إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പോരായ്മകളും കുറവുകളും തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാ ആളുകളുടെയും എല്ലാ അർത്ഥത്തിലുള്ള പ്രയാസങ്ങളും ദൂരീകരിച്ച് ഇരുലോകത്തും സൗഖ്യവും രക്ഷയും വിജയവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബാംഗങ്ങളുടെ നാമുമായി ബന്ധപ്പെട്ടവരുടെ ബർസഖിയായ ജീവിതം അവൻ അനുഗ്രഹീതമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളിൽ ചില ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ഖുത്ബകളിൽ നാം അറിയാൻ ശ്രമിച്ചത്. അദ്ദേഹം തന്റെ മകന് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്ന്, നാം കഴിഞ്ഞ ഖുത്ബകളിലൊക്കെ പറഞ്ഞു കേട്ട ആ ഉപദേശങ്ങൾക്കൊക്കെ മുന്നോടിയായി അദ്ദേഹം മകന് നൽകുന്ന മറ്റൊരു ഉപദേശമുണ്ടായിരുന്നു. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, സ്നേഹത്തോടുകൂടി പറയുന്ന കാര്യം, മോനെ നീ നമസ്കാരം നിലനിർത്തണം. നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞ തൊട്ടുടനെ പറയുന്നത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യണം.
വസ്ബിർ അലാ മാ അസാബക്, നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നീ ക്ഷമ അവലംബിക്കുന്നവനായിട്ട് മാറണം, സബറുള്ളവനായിട്ട് നീ മാറണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ പ്രാധാന്യത ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെയും വ്യക്തമാണ്, സുപരിചിതമാണ്. എന്നാൽ നമസ്കാരത്തോട് ഒപ്പം ചേർത്ത് വെച്ച് ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകിയ ഉപദേശത്തെക്കുറിച്ചാണ് നാം ഇന്ന് ആലോചിക്കേണ്ടത്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. നമസ്കാരം പോലെ അതല്ലെങ്കിൽ നമസ്കാരത്തോടൊപ്പം നീ ജീവിതത്തിൽ നിലനിർത്തേണ്ട ഒരു കർമ്മമായിട്ട് തന്റെ മകൻ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്ന ഒരു വിശ്വാസിയുടെ കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്തും ഇത് കാണാൻ കഴിയും. സമാനമായി നമസ്കാരത്തെ നന്മ കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിന്മ തടയുന്നതുമായി അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകറുമായി ചേർത്ത് നിർത്തുന്നതായി കാണാൻ കഴിയും. സൂറത്ത് ഹൂദിൽ ശുഐബ് അലൈഹിസ്സലാമയുടെ സമൂഹം ശുഐബ് നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഖാലു യാ ശുഐബു അസ്സലാതുക തഅ്മുറുക അൻ നത്രുക മാ യഅ്ബുദു ആബാഉന ഔ അൻ നഫ്അല ഫി അംവാലിനാ മാ നശാ. ഞങ്ങൾ തോന്നിയതുപോലെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ സമ്പത്ത് ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ചെയ്യുന്ന ആ കാര്യങ്ങളെ തടയുവാൻ, അതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്താൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ എന്ന് ശുഐബ് അലൈഹിസ്സലാമയോട് ആ സമൂഹം ചോദിക്കുന്നതായി ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. സത്യത്തിൽ തിന്മയുടെ നിർമ്മാർജ്ജനത്തിനും നന്മ ഈ ലോകത്ത് നിലനിർത്തുന്നതിനും പണിയെടുക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് ഏറ്റവും ഊർജം പകർന്നു നൽകുന്നത് നമസ്കാരമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ആ ആയത്തിലൂടെ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. വിശ്വാസികൾ എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലക്ക്, ഒരു ഉമ്മത്ത് എന്ന നിലക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന നമുക്കൊക്കെ വളരെ സുപരിചിതമായ ആയത്ത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്റജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഒരു ഉമ്മത്ത് എന്ന നിലക്ക് അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന, അതല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ, നാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന, മനുഷ്യരെ ബാധിക്കുന്ന തിന്മ തടയുവാൻ നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് എന്നുള്ളതാണ്. ആ ഒരു പ്രത്യേകതയാണ് ഒരു ഉമ്മത്ത് എന്ന നിലക്ക് നമ്മെ സവിശേഷമായി മാറ്റുന്നത്, നമ്മളെ സവിശേഷരാക്കി മാറ്റുന്നത്. ആ ഒരു പ്രത്യേകത നമ്മിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഖൈർ ഉമ്മത്ത് അല്ലാതായിട്ട് നമ്മൾ മാറാണ്. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ സവിശേഷതയിൽ നിന്ന് നാം പുറത്തു പോവാണ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കുന്ന സമയത്ത്, ഉടമ്പടി സ്വീകരിക്കുന്ന സമയത്ത് തുബായിഊനി അല സമഇ വത്താഅ ഫി നശാത്തി വൽ കസ്ൽ, എല്ലാ ഘട്ടങ്ങളിലും ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എന്നെ അനുസരിക്കും എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് നൽകണം. അതുപോലെ വാല നഫഖത്തി ഫിൽ അസ്രി വൽ യുസ്ർ, ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് നൽകണം. അങ്ങനെ പറയുന്ന മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളിൽ നിന്ന് വാങ്ങുന്ന വാക്ക് വാലൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യും എന്നെനിക്ക് വാക്ക് നൽകണം. വഅൻ തഖൂലുൽ ഹഖ്ഖ ലാ തഖാഫൂന ഫില്ലാഹി ലൗമത ലായിം, ഒരാളെയും ഭയക്കാതെ, ഒരു വിമർശനവും ഭയക്കാതെ സത്യം അള്ളാഹുവിന് വേണ്ടി സത്യം പറയാൻ നിങ്ങൾ കൂട്ടാക്കണം എന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറയാണ്. ആ ഒരു വാക്കാണ്, ഈ പ്രതിജ്ഞയാണ് സഹാബാക്കളിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സ്വീകരിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഇങ്ങനെ മറ്റു സമൂഹങ്ങളെ നന്മയിലേക്ക് നയിക്കേണ്ടവർ, മറ്റു സമൂഹങ്ങൾക്ക് വഴി കാണിക്കേണ്ടവർ എന്നൊക്കെ പറയുമ്പോൾ അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകറിന്റെ മറ്റൊരു തലമുണ്ട്. ആ തലമാണ് നാം പലപ്പോഴും അറിയാതെ പോകുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നത്. അത് നമുക്കിടയിൽ നാം നടത്തേണ്ട ഒരു ആത്മവിമർശനം. ഒരു ഉമ്മത്ത് എന്ന നിലക്ക് നമുക്കിടയിൽ നടക്കുന്ന പോരായ്മകളെ പരസ്പരം വിമർശിക്കുമ്പോൾ, ആ വിമർശനം കേൾക്കേണ്ടി വരുമ്പോൾ നാം കാണിക്കുന്ന സഹിഷ്ണുതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് വിമർശനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. വിമർശനം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം, എവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. എന്നാൽ സത്യത്തിൽ വിമർശനം എന്ന് പറഞ്ഞത് ഒരിക്കലും സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നല്ല. വിമർശനം എന്നും നമുക്കിടയിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് സത്യത്തിൽ ഒരു ജീവനുള്ള ഒരു ഉമ്മത്തായിട്ട്, ആരോഗ്യമുള്ളൊരു സമൂഹമായിട്ട് നമ്മൾ മാറുക. വിമർശനത്തിന്റെ സംസ്കാരം എന്നുള്ളത് അത് സത്യത്തിൽ ദീനിന്റെ സംസ്കാരമാണ്. പരസ്പരം വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അങ്ങനെ വിമർശിക്കാനുള്ള ഒരു സ്പേസും ഉണ്ടാവുക എന്നുള്ളത് സത്യത്തിൽ ഒരു ഉമ്മത്ത് എന്ന നിലക്ക് ഏറ്റവും നന്മയിലേക്ക് പോകുമ്പോൾ, ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രം നമ്മളിൽ സാധ്യമാകുന്ന ഒന്നാണ്. വിമർശനത്തെ മുഴുവനായിട്ട് ഖുർആനോ സുന്നത്തോ നിരാകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയില്ല. എന്നല്ല, ചില വിമർശനങ്ങൾ നമ്മളിൽ ഉണ്ടാകണമെന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. വിമർശനങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്ന ഒരു മനോഭാവം സത്യത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പ്രതിയോഗികളായി നിൽക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ശത്രുത വെച്ച് പുലർത്തിയിരിക്കുന്ന ആളുകളുടെ സംസ്കാരമാണ് വിമർശനത്തെ അങ്ങേറ്റത്തെ അസഹിഷ്ണുതയോടുകൂടി കാണുക എന്നുള്ളത്. എന്റേതല്ലാത്തൊരു അഭിപ്രായത്തെ കേൾക്കാനോ അത് അംഗീകരിക്കാനോ കൂട്ടാക്കാതിരിക്കുക, അത് കേൾക്കാൻ കൂട്ടാക്കാതിരിക്കുക, അത് കേൾക്കുമ്പോൾ തന്നെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുക, അത് കേട്ടിരിക്കാൻ സാധിക്കാതിരിക്കുക, അത് കേട്ടുമ്പോഴേക്ക് തളർന്നു പോകുക, തകർന്നു പോവുക, ആത്മസംയമനം നഷ്ടപ്പെട്ടു പോകുക. ഇത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ സംസ്കാരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ബനൂ ഇസ്രായേലിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹിദായത്തിൽ നിന്ന് അവർ മഹ്റൂമികളായി പോകാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാരണം വകുഫ്രിഹിം ബിആയാത്തില്ലാഹി വഖത്ലിഹിമുൽ അംബിയ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ അവർ കൊന്നുകളയുമായിരുന്നു എന്നുള്ളതാണ്. ആ പ്രവാചകന്മാർ പങ്കുവെക്കുന്ന ആശയങ്ങൾ, ആ പ്രവാചകന്മാർ അവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന സന്ദേശങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, അത് കേട്ടിരിക്കാൻ കഴിയാതെ ആ പ്രവാചകന്മാരെ കൊന്നുകളയുക എന്നൊരു സംസ്കാരമായിരുന്നു. അത്രമാത്രം അസഹിഷ്ണുത പുലർത്തിയിരുന്ന ആളുകളായിരുന്നു ബനൂ ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ബൽ തബഅല്ലാഹു അലൈഹ ബികുഫ്രിഹിം, അത്തരത്തിലുള്ളൊരു നിഷേധാത്മകമായ അവരുടെ സംസ്കാരം കാരണം, ആ ഒരു സ്വഭാവം കാരണം അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ അടച്ചുപൂട്ടിക്കളഞ്ഞു എന്ന് ഖുർആൻ പറയാണ്. നൂഹ് നബിയുടെ ചരിത്രം ഉദ്ധരിക്കുന്ന സമയത്ത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഇന്നി കുല്ലമാ ദഅൗതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും. നൂഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അങ്ങനെയാണ് നൂഹ് നബി പറയുന്ന വാക്കുകൾ, അങ്ങനെയാണ് ലിതഗ്ഫിറ ലഹും വഇന്നി കുല്ലമാ ദഅൗതുഹും ലിതഗ്ഫിറ ലഹും, അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ അവരെ നിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോഴെല്ലാം ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം, അവർ അവരുടെ വിരലുകൾ അവരുടെ ചെവികളിലേക്ക് തിരികെ കയറ്റാണ്. വസ്തഗ്ശൗ സിയാബഹും, വസ്ത്രങ്ങൾ കൊണ്ട് അവരുടെ മുഖം അവർ മൂടിക്കളയാണ്, അത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അത്രമാത്രം അസഹിഷ്ണുതയായിരുന്നു പ്രവാചകന്മാരുടെ പ്രതിയോഗികൾ സ്വീകരിച്ചിരുന്നത്. ഇതേ സംസ്കാരമാണ് ഏകാധിപതികളും സ്വേച്ഛാധിപതികളും സ്വീകരിച്ചിരുന്നത്. ഫറോവയെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ലൗഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫിൻ സുമ്മ ലഉസല്ലിബന്നക്കും അജ്മഈൻ. അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള ചില ആളുകൾ ചലിക്കാതിരുന്നപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു നടപടി എന്താണ്? ലൗഖത്തിഅന്ന ഐദിയക്കും, അത് കണ്ടിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന ലൗഖത്തിഅന്ന ഐദിയക്കും, നിങ്ങളുടെ കരങ്ങൾ ഞാൻ വെട്ടിമാറ്റുന്നതാണ്. വഅർജുലക്കും മിൻ ഖിലാഫിൻ, അതുപോലെ നിങ്ങളുടെ കാലുകൾ ഞാൻ വെട്ടിമാറ്റുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഒരു ഭാഗത്തു നിന്ന് കൈവെട്ടും, മറ്റൊരു ഭാഗത്ത് കാല് വെട്ടിക്കളയും. എന്ന് മാത്രമല്ല സുമ്മ ലഉസല്ലിബന്നക്കും, എന്നിട്ട് ജീവനോടുകൂടി നിങ്ങളെ ഞാൻ കുരിശിൽ കയറ്റും. ഇതാണ് ഫറോവയുടെ സംസ്കാരം എന്നുള്ളത്. എന്നാൽ ഫറോവയെ തിരുത്താൻ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ട മൂസ അലൈഹിസ്സലാമിന്റെ സംസ്കാരം എന്തായിരുന്നു? ഖുർആൻ തന്നെ നമുക്ക് പറയാണ്. മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഇസ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ. ഫിറഔൻ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുന്നു, ഫിറൗനിന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എല്ലാ അതിരുകളും ഭേദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓ മൂസ, നീ ഇനി ഫിറഔന്റെ അടുക്കിലേക്ക് പോകണം, ഫറോവയെ ദീനിലേക്ക് ക്ഷണിക്കണം, ഫറോവയ്ക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുക്കണം. എത്ര വലിയ ദൗത്യമാണ് മൂസ അലൈഹിസ്സലാമെ അള്ളാഹു ഏൽപ്പിക്കുന്നത്. ആ സമയം ആദ്യമായിട്ട് മൂസ അലൈഹിസ്സലാം അള്ളാഹുനോട് ചോദിക്കുന്ന കാര്യം എന്താണ്? റബ്ബിശ്റഹ് ലി സദ്രി, അള്ളാഹുവേ എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണമേ. റബ്ബിശ്റഹ് ലി സദ്രി, എന്റെ ഹൃദയത്തിൽ നീ ആത്മസംയമനം നൽകണം, എന്റെ ഹൃദയത്തിന് ആളുകളെ ഉൾക്കൊള്ളാനുള്ള വിശാലത നൽകണം, എന്റെ ഹൃദയത്തിന് നീ സഹിഷ്ണുത നൽകണം. മൂസ ഫിറഔനിന്റെ ഒരു ദൗർബല്യം അസഹിഷ്ണുതയായിരുന്നുവെങ്കിൽ
ആ ഫറോവയെ ദീനിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു നിയോഗിച്ച മൂസ അലൈഹിസ്സലാമയുടെ കരുത്ത് ഈ ഒരു സഹിഷ്ണുതയായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. ഫറോവയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് അള്ളാഹുവെ, ഫറോവ എന്നെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ അതെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ, എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് കേട്ടിരിക്കാനും അങ്ങനെ തളർന്നു പോകാതെ അവിടെ പിടിച്ചു നിൽക്കാനുമുള്ള സ്ഥൈര്യവും ധൈര്യവും നീ എന്റെ ഹൃദയത്തിന് നൽകണമേ, ആ അർത്ഥത്തിൽ എന്റെ ഹൃദയത്തെ നീ പാകപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയാണ് മൂസ അലൈഹിസ്സലാം നടത്തുന്നത്. റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണം. വയസ്സിർ ലി അംരി, എന്റെ കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കി നൽകണം. എത്ര വലിയ ദൗത്യമാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിലും അള്ളാഹു എളുപ്പമാക്കിയാൽ ആ കാര്യം എളുപ്പമായിട്ട് മാറും. അതാണ് വയസ്സിർ ലി അംരി. അള്ളാഹു എന്റെ കണ്ണിൽ ഇത് ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു ഉത്തരവാദിത്തമാണ്. ഫറോവയുടെ അടുക്കലേക്ക് പോയിട്ട് ആ ഫറോവയെ ദീനിലേക്ക് ക്ഷണിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂസ അലൈഹിസ്സലാമക്ക് നുബുവത്ത് ലഭിക്കുമ്പോൾ അദ്ദേഹം വളരെ ഒളിച്ചു പാത്താണ് ഈജിപ്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. ഫറോവയുടെ പട്ടാളക്കാർ എന്നെ കാണുകയോ അറിയുകയോ ചെയ്യരുത് എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെറ്റ് എന്റെ ഭാഗത്തു നിന്നൊരു കയ്യബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഞാൻ കുറ്റക്കാരനാണ്. എന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ അവിടെ വിധി വന്നതാണ്. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. വീണ്ടും ഈജിപ്തിലേക്ക് പോകുമ്പോൾ ആ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്ക് പോകരുത് എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം ആദ്യമേ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നത്. ആ സൈന്യത്തിൽ ആരും എന്നെ കാണരുത് എന്നതാണ് മൂസ അലൈഹി ഇസ്ലാമിയുടെ നിർബന്ധ ബുദ്ധി. ആ മൂസ അലൈഹി ഇസ്ലാമിയുടെ അള്ളാഹു പറയാണ്, ആ കൊട്ടാരത്തിലേക്ക് പോകണം, ആ കൊട്ടാരത്തിന്റെ ഏകാധിപതിയായിരിക്കുന്ന ആ ഫറോവയെ നേരിട്ട് സംവദിക്കണം, ഫറോവയുമായി സംസാരിക്കണം. ഫറോവ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധ്യതയില്ലാത്ത ആ കാര്യം, ആ ആശയം നീ ഫറോവയുടെ മുന്നിൽ പങ്കുവെക്കണം. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, വയസ്സിർലി അമ്രി, അള്ളാഹുവെ നീ എനിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കണം, എന്നെ കൊണ്ടൊരിക്കലും ഇത് സാധിക്കുന്നതല്ല. വയസ്സിർലി അമ്രി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എന്റെ നാവിന്റെ വിക്ക് അള്ളാഹുവെ നീ മാറ്റിത്തരണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ഒരു ദൗർബല്യം ഓർക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് അദ്ദേഹം ഓർത്ത് അള്ളാഹുവിനെ മുന്നിൽ ഏറ്റുപറയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മളിലൊരു ദൗർബല്യം, ഒരു കുറവ് ഉണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രമാണല്ലോ അത് അള്ളാഹുവിനെ മുന്നിൽ ഏറ്റുപറയാൻ കഴിയുക. ഞാൻ പരിപൂർണനാണ്, ഞാൻ എല്ലാത്തിനും അർഹനാണ്, അതുകൊണ്ടാണല്ലോ ഇത്രയും ജനങ്ങളുടെ കൂട്ടത്തിൽ ആ ഫറോവയെ ദീനിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു മഹാപ്രവാചകനായി അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തത് എന്നല്ല മൂസ അലൈഹി ഇസ്ലാം അവിടെ ആലോചിക്കുന്നത്. മറിച്ച് വഹ്ലുൽ ഉഖദത മിൻ ലിസാനി, എനിക്ക് വലിയ പോരായ്മകളുണ്ട്, എനിക്കൊരുപാട് ദൗർബല്യമുണ്ട് അള്ളാഹുവേ, ആ ദൗർബല്യം നീ എനിക്ക് മാറ്റി തരണമേ. വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, ആ ദൗർബല്യം നീ മാറ്റി തരേണ്ടത് ഞാൻ വലിയ പ്രാസംഗികനും വാഗ്മിയുമാകാനല്ല, അതല്ലെങ്കിൽ ഞാൻ വിമർശിക്കപ്പെടാതിരിക്കാനല്ല. യഫ്ഖഹു ഖൗലി, എന്റെ സംസാരം, ഈ ആശയം, ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഈ ആശയം, അത് ആ സമൂഹത്തെ മനസ്സിലാക്കാൻ കഴിയണം. യഫ്ഖഹു ഖൗലി, മറ്റുള്ളവർക്ക് എന്റെ ആ ആശയം മനസ്സിലാക്കാൻ എന്റെ നാവിന്റെ വിക്ക് അത് നീ മാറ്റി തരണമേ എന്ന് അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തുടർന്നുള്ള ആ പ്രാർത്ഥനയിലും അതുമായി ബന്ധപ്പെട്ട പല പാഠങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു സംസ്കാരമായിരുന്നില്ല ഏകാധിപതികളുടെ സംസ്കാരം, ഇതായിരുന്നില്ല സ്വേച്ഛാധിപതികളുടെ സംസ്കാരം, ഇതായിരുന്നില്ല പുരോഹിതന്മാരുടെ സംസ്കാരം. നമുക്കറിയാം, മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലുണ്ടായിരുന്ന പുരോഹിതവർഗം അന്ന് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെയും പണ്ഡിതന്മാരെയും ഭൗതിക ശാസ്ത്രജ്ഞന്മാരെയൊക്കെ അറുകൊല നടത്തുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണമെന്ന് അന്വേഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഇവർ പറഞ്ഞപ്പോ, ബൈബിളിലില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാൻ ആ പുരോഹിതന്മാർക്ക് സാധിച്ചില്ല. അതോടുകൂടി ആ ശാസ്ത്രജ്ഞന്മാരെ അറുകൊല നടത്തി, അവരെ പല ആളുകളെയും ജയിലിലടച്ചു. യൂറോപ്പ് കേന്ദ്രീകൃതമായി പിന്നീടുണ്ടായ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് മതവിരുദ്ധമാണ്, മതം അത് ശാസ്ത്രവിരുദ്ധമാണ് എന്നൊരു ആഖ്യാനം സൃഷ്ടിക്കാൻ പോലും പുരോഹിതന്മാരുടെ ഈ ചെയ്തികളായിരുന്നു കാരണമായിട്ട് മാറിയത്. അപ്പൊ ഇങ്ങനെ പൗരോഹിത്യത്തിന്റെ സംസ്കാരം അതല്ല, സർവാധിപതികളുടെ സംസ്കാരം അതല്ല. പക്ഷെ ദീനിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്, വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ തകർന്നു പോകരുതില്ല. തുബ്ലൗന ഫീ അംവാലിക്കും അൻഫുസിക്കും വലാ തസ്മഉന മിനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനൽ ലദീന അശ്റകൂ അസൻ കസീറ. അല്ലാഹു പറയാണല്ലോ, തുബ്ലൗന ഫീ അംവാലിക്കും അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. തീർച്ചയാണല്ലേ, തുബ്ലൗന തീർച്ചയിൽ തീർച്ച എന്നാണ് അത് നമ്മൾ അർത്ഥം പറയുമ്പോൾ പറയേണ്ടതില്ല. തുബ്ലൗന തീർച്ചയിൽ തീർച്ച, നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഫി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും.
വല തസ്മഉന്ന തീർച്ച നിങ്ങൾ കേൾപ്പിക്കപ്പെടും മിനല്ലദീന ഊതുൽ കിതാബ വേദക്കാരിൽ നിന്ന് വമിനല്ലദീന അശ്റകൂ ബഹുദൈവ ആരാധകരിൽ നിന്ന് അസൻ കസീറ അങ്ങേറ്റം നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ചില വർത്തമാനങ്ങൾ, വിമർശനങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ആ സമയത്ത് ആത്മനിയന്ത്രണം നഷ്ടപ്പെടേണ്ടവരല്ല വിശ്വാസികൾ, മറിച്ച് വഇൻ തസ്ബിറു അവിടെ സ്ഥൈര്യമുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറണം, അവിടെ സഹനതയുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറണം, സബറുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറണം. വതത്തഖു അവിടെ എല്ലാ സംസ്കാരവും കളഞ്ഞ് അതിന് മറുപടി പറയാനില്ല. വതത്തഖു അവിടെ തഖ്വ കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. തഖ്വ അർത്ഥത്തിൽ നമുക്ക് ചിലപ്പോഴങ്ങനെയാണ് ചില വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാ അർത്ഥത്തിൽ നമ്മൾ വൈകാരികമായി അനിയന്ത്രിതമായി നമ്മൾ ചിലപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ അവരോട് സംവദിക്കാതിരിക്കും, അതല്ലെങ്കിൽ അർത്ഥത്തിൽ അവരെ വിമർശിക്കും, തിരിച്ചു വിമർശിക്കും, അങ്ങനെ പ്രതികരിക്കാൻ ശ്രമിക്കും. പക്ഷെ അവിടെ അല്ലാഹു പറയും തസ്ബിറു വതത്തഖു അവിടെ നിങ്ങൾ സബറും തഖ്വയും കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ്. ഇങ്ങനെ സർവാധിപതികൾ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. സോവിയറ്റ് റഷ്യയുടെ അല്ലെങ്കിൽ സ്റ്റാലിന്റെ റഷ്യയുടെ ആ ഒരു ചരിത്രങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ വളരെ വലിയ ചരിത്രങ്ങളാണ്. ഇത്തരത്തിൽ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അവരെ വിമർശിക്കുന്ന ആളുകൾക്ക് അവിടെ യാതൊരു സ്പേസും ഉണ്ടായിരുന്നില്ല. വിമർശിക്കുന്ന ആളുകൾ അവിടെ അറുകൊല ചെയ്യപ്പെട്ടിരുന്നു. വിമർശിക്കുന്ന ആളുകളുടെ ശബ്ദം ഒരു പ്രാവശ്യം മാത്രമേ പുറത്തു കേൾക്കുള്ളൂ, പിന്നീട് അവരെ കാണുകയില്ല. ഒരു പ്രാവശ്യം മാത്രമേ അവിടെ എഴുത്ത് പുറത്തു വരികയുള്ളൂ, പിന്നീട് അവരെ കാണാൻ കഴിയും. ഇത് മുസ്ലിം ഭരണകർത്താക്കളിൽ ഉണ്ടായിട്ടുണ്ട് ഈ സംസ്കാരം. പേരിൽ മാത്രം മുസ്ലിമീങ്ങളായ ഒരുപാട് ഭരണകർത്താക്കൾ ഈ സംസ്കാരം പേറിയവരായിരുന്നു. അവരെ വിമർശിക്കുന്ന ആളുകൾക്ക് അവിടെ സ്ഥാനം ഉണ്ടായിരുന്നില്ല. നമ്മൾ മദ്ഹബിന്റെ ഇമാമുമാരുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര പണ്ഡിതന്മാരാണ് മദ്ഹബിന്റെ ഇമാമിങ്ങളാണ് അന്ന് അവരുടെ നാട് ഭരിച്ചിരുന്ന ഖലീഫമാരാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. കാരണം ആ ഖലീഫമാരുദ്ദേശിക്കുന്ന അന്നത്തെ ഭരണകർത്താക്കൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ അവർ പറയാതിരുന്നപ്പോൾ, അങ്ങനെയുള്ള ആശയത്തിലേക്ക് അവർ വരാതിരുന്നപ്പോൾ അതികഠിനമായിട്ട് അവരെ പീഡിപ്പിക്കുന്നു, ജയിലിലടക്കുന്നു. ഇന്നും ഈ സംസ്കാരം ഏകാധിപതികളിലും സ്വേച്ഛാധിപതികളിലും ഉണ്ട്, നമുക്കറിയാം. ഇന്നും അങ്ങനെയുള്ള നാടുകളുണ്ട്. മുസ്ലിം പണ്ഡിതന്മാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ജയിലുകളുള്ള നാടുകൾ ഇന്നും ലോകത്താകമാനമുണ്ട്. ഇപ്പൊ പറഞ്ഞു ഈ രൂപത്തിൽ വിമർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം, അതിനോട് അസഹിഷ്ണുതയോടുകൂടി പ്രതികരിക്കുന്ന ഒരു സംസ്കാരം, അതൊരിക്കലും വിശ്വാസികളുടെ സംസ്കാരമല്ല. അതൊരിക്കലും ആരോഗ്യപൂർണമായ ഒരു സമൂഹത്തിന്റെ സംസ്കാരമല്ല. വിശ്വാസി സമൂഹത്തിൽ ഒരു ഉണർത്തുപാട്ടായിട്ട് വിമർശനം നിലനിൽക്കണമെന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. ആ സംസ്കാരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സത്യത്തിൽ സമൂഹത്തിന് ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാണ്, ആ ആത്മീയത നഷ്ടപ്പെട്ടു പോകാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരാകുന്ന ഒരു സമൂഹം والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة. മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരാണ്? അവർ പരസ്പരം നല്ലത് കൽപ്പിക്കുകയും പരസ്പരം തെറ്റുകൾ കാണുമ്പോൾ തടയുകയും ചെയ്യുന്ന ആളുകളാണ്. അവർ വലിയകളാണ്. അവർ പരസ്പരം അങ്ങേറ്റ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളാണ് എന്ന് കരുതി തിന്മ കാണുമ്പോൾ അവരൊരിക്കലും വിമർശിക്കാതിരിക്കുകയില്ല. തിന്മകൾ കാണുമ്പോൾ അവർ വിമർശിക്കാൻ ധൈര്യം കാണിക്കും. എന്നതുകൊണ്ട് അവർക്കിടയിലുള്ള ബന്ധം വഷളാകുന്നില്ല. അതാണ് ഔലിയാ ഉബ. അവർ പരസ്പരം വലിയകൾ തന്നെയാണ്. അങ്ങനെ പരസ്പരം ബന്ധങ്ങൾ വഷളാകാത്ത രൂപത്തിൽ പരസ്പരം വിമർശിക്കാനുള്ള ഒരു സ്പേസുള്ള ഒരു സമൂഹം. അവസാനത്തിൽ അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയാണ്, ഉലായിക സയർഹമുഹുമുല്ലാഹ്, അവർക്കാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുക. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലൊരു സംസ്കാരം പേര് നടക്കുന്ന ഒരു സമൂഹമാണ്. ഈ ഒരു സംസ്കാരം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ആ സമൂഹം നശിച്ചു പോകുമെന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. വൽ തകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഒരു വിഭാഗം തീർച്ചയായും ഉണ്ടാകണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറയാണ്, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു. വിഘടിച്ചു പോകുന്ന, വിവിധ ഗ്രൂപ്പുകളായി പോകുന്ന, ഛിന്നഭിന്നമായി പോകുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറരുത്. വലാ തകൂനു കല്ലദീന തഫറഖു. എന്താണ് നമുക്ക് നൽകുന്ന പാഠം? നിങ്ങളിൽ നിന്ന് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, തിന്മയെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ടാകണം. അത് പറഞ്ഞുടൻ അള്ളാഹു പറയാണ്, നിങ്ങൾ ഛിന്നഭിന്നങ്ങളായി മാറരുത്. നിങ്ങൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് അഭിപ്രായ വ്യത്യാസം എന്നല്ല, വ്യത്യസ്ത ധാരകളായിട്ട് നിങ്ങൾ മാറിപ്പോകരുത്, ഛിന്നഭിന്നമായി മാറരുത്, നിങ്ങൾ വിഘടിച്ചു പോകരുത് എന്ന് പറയണം. അപ്പൊ ഈ വിമർശനം എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ വിഘടിക്കാനുള്ള ഒരു കാരണമാകരുത് എന്നാണ് വിശുദ്ധ സൂറ ആല ഇമ്രാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് സാമൂഹ്യ ഭദ്രതയുടെ അടിക്കല്ലാണ് ഈ വിമർശനങ്ങൾ. അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് സത്യത്തിൽ ഈ ബനൂ ഇസ്രായേലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, അവർ ശപിക്കപ്പെട്ടു പോയി. എന്താണ് അവർ ശപിക്കപ്പെടാനുള്ള കാരണം? ലുഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസവ വകാനൂ
കാനു യഅ്തദൂൻ, പ്രവാചകന്മാരുടെ നാവുകളാൽ ആ സമൂഹം ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്തേ കാരണം? കാനു ലാ യതനാഹൗന മുൻകരിൻ ഫാലു, പരസ്പരം വിമർശിക്കുമായിരുന്നില്ല. തെറ്റുകൾ കണ്ടാൽ പരസ്പരം അവർക്കിടയിൽ തിന്മകൾ നടമാടുമ്പോൾ, തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അത് വിമർശിക്കാൻ ആരും തുനിഞ്ഞിരുന്നില്ല. അവരുടെ പണി നോക്കി പോട്ടെ എന്നുള്ള ഒരു മനോഭാവമായിരുന്നു അവരിലുണ്ടായിരുന്നത്. ആ മനോഭാവം കാരണമാണ് അവർ പ്രവാചകന്മാരുടെ ശാപത്തിനിരയായത് എന്ന് പറയാണ്. വിശുദ്ധ ഖുർആൻ 3 മൂല്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 3 സനാതന മൂല്യങ്ങൾ, എന്നും നാം ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ സൂറത്തുൽ ആസ്റിലൂടെ. ആ മൂല്യങ്ങളില്ലാത്തവരൊക്കെ നശിച്ചു എന്നാണ്. വൽ ആസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അല്ലാഹുവിൽ വിശ്വസിക്കണം, അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം. അതുപോലെ തന്നെ വളരെ നന്മകൾ ഉണ്ടാകണം, അമലസാലിഹാത്ത് ഉണ്ടാകണം. മൂന്നാമതായി പറഞ്ഞ പരസ്പരം വസിയത്ത് ഉണ്ടാകണം. പരസ്പരം വസിയത്തുകൾ ഉണ്ടാകണം. നന്മയെ കൊണ്ട് തിന്മയെ തടയുന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ സവിശേഷത നഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ശാപത്തിന് നമ്മൾ അർഹരായിട്ട് മാറാണ്. അള്ളാഹുവിന്റെ സഹായത്തിന് നമ്മൾ അർഹരല്ലാതായിട്ട് മാറാണ്. വല യൻസുറൻ അല്ലാഹു മൻ യൻസുർ. വിശുദ്ധ ഖുർആനിലൂടെ പടച്ചവൻ പറയുന്നുണ്ട്, വല യൻസുറൻ അല്ലാഹു മൻ യൻസുർ. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും അള്ളാഹു സഹായിക്കും. ആരാണ് ആ ദീനിനെ സഹായിക്കുന്നവർ? الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر. ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ഭൂമിയിൽ അവർക്ക് സൗകര്യം ലഭിച്ചു കഴിഞ്ഞാൽ അവരവിടെ നമസ്കാരം നിലനിർത്തും, അവിടെ സക്കാത്ത് നിലനിർത്തും. മൂന്നാമതായിട്ട് അവർ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യും. ഈ സ്വഭാവം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സഹായത്തിന് അവർ അർഹരായിട്ട് മാറി. മറ്റൊരായത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന് അവർ അർഹരായിട്ട് മാറി. ഈ സവിശേഷത നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായത്തിനും അവർ അർഹരല്ലാതായിട്ട് മാറാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരല്ലാതായിട്ട് മാറാണ്. എന്നല്ല, ഈ സ്വഭാവം ഉണ്ടായിരുന്ന ചില സമുദായം അള്ളാഹുവിന്റെ ശാപത്തിനിരയായിട്ടുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഖുർആൻ നമുക്ക് നൽകണം. അപ്പൊ എത്ര ഗൗരവകരമാണ് ആ കാര്യം എന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെയും അന്നത്തെ ഏറ്റവും വലിയ സാമൂഹിക വിമർശകരായിരുന്നു എന്ന് കാണാൻ കഴിയും. അന്നത്തെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന തിന്മകളെ പരസ്യമായി വിമർശിക്കുന്ന വിമർശകരായിരുന്നു അന്നത്തെ സമൂഹം. അന്നത്തെ പ്രവാചകന്മാർ എല്ലാ കാലഘട്ടത്തിൽ ലൂത്ത് നബി അന്ന് നടമാടിയിരുന്ന തിന്മക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളായിരുന്നു. ഷുഹൈബ് അലൈഹിസ്സലാം അന്ന് അവിടെ നടമാടിയിരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ പൊരുതുന്ന ആളായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം അന്ന് അവിടെ ഉണ്ടായിരുന്ന സാംസ്കാരിക ജീർണതകളെ വളരെ അതിശക്തമായി വിമർശിക്കുന്ന ആളായിരുന്നു. ഹൂദ് അലൈഹിസ്സലാം അസമാനമായ സ്വഭാവമുള്ള പ്രവാചകനായിരുന്നു. ഇങ്ങനെ ഏത് പ്രവാചകന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർ ഈ രൂപത്തിൽ അതികഠിനമായിട്ട് അന്ന് നിലനിന്നിരുന്ന തിന്മകളെ വിമർശിക്കുമായിരുന്നു. പക്ഷേ ആ പ്രവാചകന്മാർക്ക് അതുപോലെ തന്നെ അങ്ങേറ്റം സഹിഷ്ണുതയുള്ള ആളുകളായിരുന്നു, അങ്ങേറ്റം ടോളറൻസുള്ള ആളുകൾ കൂടിയായിരുന്നു. ഇങ്ങനെ സമൂഹത്തിലെ തിന്മക്കെതിരെ പോരാടുമ്പോൾ ആ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന, പ്രത്യേകിച്ച് വ്യക്തിപരമായി അവർക്ക് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, പരീക്ഷണങ്ങൾ, അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയവിശാലത കൂടി അവർക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഗനീമത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി വന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, ഇഅ്ദിൽ യാ മുഹമ്മദ് ഫഇന്നക ലം തഅദിൽ. ഓ മുഹമ്മദേ, കുറച്ച് നീതി കാണിക്ക്, നീ നീതി കാണിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരാൾ പറയാണ്. ഇത് കേട്ട സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു, ഒമയ അതിൽ ഇദാലം ആദിൽ, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക എന്ന് തിരികെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില സഹാബാക്കള് ഇത് ഇങ്ങനെ ചോദിച്ച ആ വ്യക്തിയെ ശിക്ഷിക്കാൻ വേണ്ടി തുനിയുന്നുണ്ട്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില റിവായത്തുകൾ കാണാൻ കഴിയും. റഹിമല്ലാഹു മൂസ ഖദ് ഊസിയ ബി അക്സറ മിൻ ഹാദാ ഫസബറ. അവനെ വിട്ടേക്കുക. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തിനാൽ ഇതിനേക്കാൾ കഠിനമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇതിനേക്കാൾ കഠിനമായി വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സ്വന്തം സമൂഹത്തിന് കാരണം. മൂസ അലൈഹിസ്സലാമെ ഫറോവയും സംഘവും മാത്രമല്ല, അദ്ദേഹം രക്ഷിച്ച ബനു ഇസ്രായേലിൽ തന്നെ ഇടയ്ക്കിടെ വേദനിപ്പിക്കുന്ന, അങ്ങേയറ്റം നന്ദിയോടുകൂടി അദ്ദേഹത്തോട് വർത്തിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. അങ്ങനെ മൂസ അലൈഹിസ്സലാം ഇതിനേക്കാൾ കഠിനമായി സ്വന്തം സമൂഹത്താൽ വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫസബർ, അദ്ദേഹം അവിടെ ക്ഷമിക്കുകയാണ് ചെയ്തത്. അള്ളാഹു മൂസക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറ്റി ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. മൂസ അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് മൂസ അലൈഹിസ്സലാം ആ സമൂഹം
സമൂഹത്തോട് തന്നെ ചോദിച്ചു പോകുമാറ് അത്രമാത്രം കഠിനമായിട്ട് മൂസ അലൈഹി ഇസ്ലാമെ വിമർശിക്കുന്ന പരിഹസിക്കുന്ന ഒരു സമൂഹമായിരുന്നു മൂസ അലൈഹി ഇസ്ലാമയുടേത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായി ആദ്യമായിട്ട് ഖുതുബ നടത്തും. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അയ്യുഹന്നാസ് ഫഇന്നി ഖദ് ഉല്ലീതു അലൈക്കും, ഞാനിതാ നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വലസ്തു ബിഖൈരിക്കും, അതിനർത്ഥം ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണ് എന്നതല്ല. ഫഇൻ അഹ്സൻതു ഫഅഈനൂനി, ഞാൻ നന്മ ചെയ്താൽ ആ നന്മയിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. വഇൻ അസഅതു ഫഖവ്വിമൂനി, ഞാനൊരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നേരെയാക്കണം. എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നേരെയാക്കണം എന്ന് മഹാനായ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറയാണ്. അത്തിയൂനി മാ അതഅതുല്ലാഹ വറസൂല, ആ ഖുതുബയുടെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ അനുസരിക്കുമ്പോഴെല്ലാം നിങ്ങളും എന്നെ അനുസരിക്കുക. ഫഇദാ അസൈതുല്ലാഹ വറസൂല ഫലാ തഅത ലി അലൈക്കും, ഞാനെങ്ങാനും അല്ലാഹുവിനും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല, ആ വിഷയത്തിൽ നിങ്ങൾ എന്നെ അനുസരിക്കരുത് കേട്ടോ എന്ന് മഹാനായ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമൂഹത്തോട് പറയണം. നമ്മൾ ആലോചിക്കുക, വിമർശനത്തിലുള്ള സ്വാതന്ത്ര്യം നൽകുകയല്ല, മറിച്ച് ആ വിമർശനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം. എത്ര വലിയ നമുക്കറിയാം, ഇന്നും അങ്ങനെ ഒരു സംസ്കാരം ഏത് നാട്ടിലാണുള്ളത്? ഇത്രമാത്രം വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന സംസ്കാരം. ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തെ തിരുത്താണ്, നീ തെറ്റ് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞ സമയത്ത് ആ സ്ത്രീ വിശുദ്ധ ഖുർആൻ ആയത്ത് പാരായണം ചെയ്തു. വഅതൈതു ഇഹ്ദാഹുന്ന ഖിൻതാറൻ ഫലാ തഖുദൂഹു മിൻഹു ശൈഅ, അങ്ങനെ ഖുർആനിക ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിന്റെ മധ്യത്തിൽ വെച്ച് തിരുത്താണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അസ്വാബത്തിൽ മർഅ വ അഖ്തഅ ഉമർ, ഒരു സ്ത്രീ സത്യം പറഞ്ഞിരിക്കുന്നു, ഉമറിന് തെറ്റുപറ്റിയിരിക്കുന്നു. ഇത് ശറഹ് ചെയ്യുന്ന സമയത്ത് ചില പണ്ഡിതന്മാർ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ ആയത്തിനെ പറ്റി നന്നായി അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു ആ ആയത്ത് അറിയാത്തത് കൊണ്ടല്ല ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അതിന്റേതായ ഒരു തെളിവുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ അത് വെച്ച് പറഞ്ഞത്. പക്ഷേ പരസ്യമായി അദ്ദേഹം തിരുത്തപ്പെട്ടപ്പോഴ്, വിമർശിക്കപ്പെട്ടപ്പോഴ് അദ്ദേഹത്തിന്റേതായ തെളിവുകൾ ഉദ്ധരിക്കുന്നതിന് പകരം അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറ് വലിയൊരു സംസ്കാരം ഉമർ റളിയല്ലാഹു അൻഹു കാണിക്കാണ്. ചില റിവായത്തുകൾ ഇങ്ങനെ കാണാം, കുല്ലുൻ നാസി അഫ്ഖഹു മിൻ ഉമർ, എല്ലാ ആളുകളും ഉമറിനേക്കാൾ അറിവുള്ളവരാണ് കേട്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. ഇങ്ങനൊരു സംസ്കാരം നമുക്കിന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല, അല്ലെങ്കിൽ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സംസ്കാരം. ഓരോ പ്രവാചകന്മാരും ആ സമൂഹത്തിലേക്ക് വരുമ്പോൾ പറയുന്ന കാര്യം എന്താണ്? ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് അങ്ങേറ്റം ഗുണകാംക്ഷയുള്ളവരാണ്, വിശ്വസ്തരാണ്. അപ്പോൾ വിമർശനത്തെ ഖുർആൻ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ആ വിമർശനം എങ്ങനെയുള്ളതാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു നൽകുന്നത്. അതൊരിക്കലും മുൻവിധിയോടുകൂടി അതല്ലെങ്കിൽ മുൻകോപത്തോടുകൂടി ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വിമർശനങ്ങൾ, മറിച്ച് അത് അങ്ങേയറ്റം ആത്മാർത്ഥമായി സത്യസന്ധമായി മറ്റൊരാളുടെ നന്മ ആഗ്രഹിച്ച് നമ്മൾ നടത്തുന്ന വിമർശനത്തെയാണ് വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉദൂ ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ഏറ്റവും നല്ല രൂപത്തിൽ ഹിക്മത്തോടുകൂടിയായിരിക്കണം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്. വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ, അങ്ങേറ്റത്തെ ഇഹ്സാനോടുകൂടിയായിരിക്കണം നിങ്ങൾ സംവദിക്കേണ്ടത്. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ വേദക്കാരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ ഇഹ്സാനോടുകൂടി അല്ലാതെ നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെടരുത്. വലാ തുജാദിലു, അള്ളാഹുവിടെ അതിനെ നിരോധിക്കാണ്. ഇഹ്സാനില്ലാത്ത സംവാദങ്ങൾ, ഇഹ്സാനില്ലാത്ത പരസ്പര വിമർശനങ്ങൾ, അത് വിശുദ്ധ ഖുർആൻ സത്യത്തിൽ നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്ന് വിമർശിച്ചുകൊണ്ടേയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകളെ ഖുർആൻ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, അവരെ അതികഠിനമായി വിമർശിക്കുന്നുണ്ട്. തെളിവുകളില്ലാതെ സംവാദത്തിന് പോകുന്ന ആളുകളെ ഖുർആൻ അങ്ങേ അതിശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമ, യാതൊരു അറിവും ഇല്ലാതെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞു ബിഗൈരി സുൽത്താനിൻ, യാതൊരു തെളിവുമില്ലാതെ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, തെളിവുകളൊന്നുമില്ലാതെ വെറുതെ തർക്കിച്ച് ജയിക്കാൻ കുതർക്കികളായ ആളുകൾ, അവരതികഠിനമായിട്ട് ഖുർആൻ വിമർശിക്കുന്നതിന് മറിച്ച് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കാരം മുതൽ അങ്ങേറ്റത്തെ നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി സത്യം മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നമ്മൾ നടത്തുന്ന സംവാദങ്ങളും വിമർശനങ്ങളെയും വിശുദ്ധ ഖുർആൻ വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് വളരെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്, മാ നദർതു അഹദൻ ഇല്ലാ വദത്തു അൻ യുജിരി അല്ലാഹുൽ ഹഖ്ഖ അലാ ലിസാനിഹി, ഞാൻ ആരോട് സംവദിച്ചു കഴിഞ്ഞാലും അവിടെ ഞാൻ ആഗ്രഹിക്കുന്നത്
മറ്റൊരാളിലൂടെയാണെങ്കിലും എനിക്ക് സത്യം ബോധ്യപ്പെടണം എന്നുള്ളതാണ്. ഞാൻ സംവാദത്തിൽ വിജയിക്കണം എന്നുള്ളതല്ല, മറിച്ച് എനിക്ക് അവിടെ വെച്ച് സത്യം ബോധ്യപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർത്ഥത്തിൽ സഹിഷ്ണുതയുള്ള, പരസ്പര വിമർശനമുള്ള അങ്ങനെയുള്ള ഒരു ആരോഗ്യപൂർണമായ ഒരു സമൂഹമാക്കി, ഒരു ഉമ്മത്താക്കി അല്ലാഹു നമ്മെ മാറ്റുമാറാകട്ടെ. മറ്റുള്ളവർ നമ്മെ തിരുത്തുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ, അത് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത, ഹൃദയവിശാലത അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകൾ കാണുമ്പോൾ അത് തിരുത്താനുള്ള സ്ഥൈര്യവും ധൈര്യവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.